നോക്കൂ, ഇവയിൽ എന്ത് പ്രത്യേകതയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? ആദ്യത്തെ ചിത്രം നോക്കൂ, 2 വൃത്തങ്ങളാണ്. അവ കാണാൻ ഒരുപോലെയല്ലേ? മറ്റ് ചിത്രങ്ങളും കാണാൻ ഒരുപോലെയാണ്. അവയുടെ വലിപ്പം ഒരുപോലെയാണോ? ഈ ചിത്രം നോക്കൂ, ഇവ 2 ചിത്രശലഭങ്ങളാണ്. അവ കാണാൻ ഒരുപോലെയുമാണ്, എന്നാൽ വ്യത്യസ്ത വലിപ്പമാണ്. ഇത്തരത്തിൽ കാണാൻ ഒരുപോലെയുള്ള വ്യത്യസ്ത വലുപ്പമുള്ള രൂപങ്ങളെ സദൃശ്യ രൂപങ്ങൾ എന്നു പറയാം. ഒരേ ആകൃതിയും വ്യത്യസ്ത വലുപ്പവുമുള്ള രൂപങ്ങളെ സദൃശ്യ രൂപങ്ങൾ എന്നു പറയാം. എങ്കിൽ സദൃശ്യ ത്രികോണങ്ങൾ എന്തായിരിക്കുമെന്ന് നോക്കാം. ഈ ചിത്രത്തിൽ 2 ത്രികോണങ്ങൾ കാണാൻ സാധിക്കുന്നു. ഇതിൽ ഒന്ന് വലുതും മറ്റൊന്ന് ചെറുതുമാണ്, അല്ലേ? മറ്റൊരു ചിത്രം നോക്കൂ. ഇതിലും ഒരുപോലെയുള്ള 2 ത്രികോണങ്ങളാണ്, എന്നാൽ വലുപ്പം വ്യത്യസ്തമാണ്. ഇതിൽ നിന്നും ഇത്തരം ത്രികോണങ്ങൾക്ക് ഒരു പേര് നിങ്ങൾക്ക് ഊഹിക്കാമോ? ഇത്തരത്തിൽ ഒരേ ആകൃതിയും വ്യത്യസ്ത വലുപ്പവുമുള്ള ത്രികോണങ്ങളെ സദൃശ്യ ത്രികോണങ്ങൾ എന്നു പറയാം. ഒരേ ആകൃതിയും വ്യത്യസ്ത വലുപ്പവുമുള്ള ത്രികോണങ്ങളെ സദൃശ്യ ത്രികോണങ്ങൾ എന്നു പറയാം. നമുക്ക് ചുറ്റുമുള്ള വിവിധതരം സദൃശ്യ ത്രികോണങ്ങളാണ് ചിത്രങ്ങളിൽ കാണുന്നത്. പാലങ്ങൾ, സ്കെയിൽ, കെട്ടിടങ്ങൾ എന്നിവയിലെല്ലാം സദൃശ്യ ത്രികോണങ്ങൾ കാണാൻ കഴിയും. വിവിധതരം സദൃശ്യ ത്രികോണങ്ങൾ ഉപയോഗിച്ച് ഡിസൈനുകളും അലങ്കാരപ്പണികളും ഉണ്ടാക്കാറുണ്ട്. വിവിധതരം സദൃശ്യ ത്രികോണങ്ങൾ ചേർത്ത് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചിത്രകലയാണ് ഈ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. പ്രകൃതിയിലെ വിവിധ വസ്തുക്കളിൽ കാണാൻ കഴിയുന്ന സദൃശ്യ ത്രികോണങ്ങളാണ് ഇവ. ധാരാളം സദൃശ്യ ത്രികോണങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു ആധുനിക കലാസൃഷ്ടിയാണ് ഇപ്പോൾ കാണുന്നത്. ഇത്തരത്തിലുള്ള സദൃശ്യ ത്രികോണങ്ങൾക്ക് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ഈ ചിത്രത്തിൽ ത്രികോണങ്ങൾ സദൃശ്യമാണ്, അല്ലേ? അവയുടെ കോണുകൾക്ക് എന്താണ് പ്രത്യേകത? അവയുടെ കോണുകൾ തുല്യമാണ്, അല്ലേ? സദൃശ്യ ത്രികോണങ്ങളിൽ എല്ലായ്പ്പോഴും കോണുകൾ തുല്യമായിരിക്കും. കോണുകൾ തുല്യമായ ത്രികോണങ്ങൾ സദൃശ്യ ത്രികോണങ്ങളാണ്. ഈ ത്രികോണങ്ങൾ നോക്കൂ, ഇവ സദൃശ്യമാണ്, കാരണം ഇവയുടെ കോണുകൾ തുല്യമാണ്. ഇവയുടെ വശങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. AB, DE എന്നീ വശങ്ങൾ പരിശോധിച്ചാൽ AB/DE = 22/11 = 2. BC/EF എന്നീ വശങ്ങൾ പരിശോധിച്ചാൽ BC/EF = 24/12 = 2. AC/DF എന്നീ വശങ്ങൾ പരിശോധിച്ചാൽ AC/DF = 16/8 = 2. അതായത് AB/DE = BC/EF = AC/DF ആണ്. അതായത് സദൃശ്യ ത്രികോണങ്ങളിൽ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം തുല്യമാണ്. സദൃശ്യ ത്രികോണങ്ങളുടെ വശങ്ങൾ ഒരേ അംശബന്ധത്തിലാണ്.